ഏവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കറിയാണ്, ഒരു മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ മെഴുക്കുവരട്ടി എന്തുകൊണ്ടാണ് ഉണ്ടാക്കാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ ചക്കക്കുരുവാണ്. ഈ ചക്കക്കുരു കൊണ്ട് പല കറികൾ ഉണ്ടാക്കാം. ചക്കക്കുരു മാങ്ങയും കൊണ്ട് വെക്കാം, ചക്കക്കുരു അസ്ത്രം വെക്കാം, ചക്കക്കുരു തോരൻ വെക്കാം, ചക്കക്കുരു മപ്പാസ് വെക്കാം. അങ്ങനെ പല കറികളും ചക്കക്കുരു കൊണ്ട് വയ്ക്കാം. മാങ്ങയൊക്കെ ഒരു ചക്ക ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞില്ല, ചക്കക്കുരു ഇന്നത്തെ കാലത്ത് ചക്കയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര നമുക്ക് കറിക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഈ ചക്കക്കുരു ഒരു മെഴുക്കുവരട്ടിയാണ്. അതെങ്ങനെയാന്ന് നല്ല അടിപൊളി കറിയാണ്. അതെങ്ങനെയാന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ചക്കക്കുരു മെഴുക്കുവരട്ടി ചിലർക്കൊന്നും ചക്കക്കുരു ഇഷ്ടമല്ലെന്ന് പറയും. പക്ഷെ ഇത് ഒരു മായം ചേരുന്നോ അതൊന്നും അല്ല, നമ്മുടെ ശരീരത്തിനും നല്ലതാണ്. അതുപോലെ തന്നെ പല രോഗത്തിനും നല്ലതാണെന്നാണ് പറയുന്നത് ചക്കക്കുരു. ഇതിന്റെ കരിഞ്ചവറ് കളയാതെ തന്നെ ചക്കക്കുരു ഇങ്ങനെ പൊടിച്ച് ചക്കക്കുരു കറി വെച്ച് കൂട്ടണം നല്ലതാണെന്ന് ആൾക്കാർ പറയുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ വെക്കാറുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ചക്കക്കുരു കറി വെക്കുന്നതും ഒക്കെ ഇഷ്ടമാണ്. അപ്പൊ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചക്കക്കുരു മെഴുക്കുവരട്ടിയാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കാണാം. അപ്പൊ നമ്മൾ ഇത്രയും ചക്കക്കുരു ചിരണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിതൊന്ന് കഴുകിയിട്ട് ഇടയ്ക്ക് എടുക്കാനൊക്കെ കഴുകി വാരിയിട്ട് വേണം നമ്മൾ ചക്കക്കുരു നുറുക്കി പ്രത്യേക രീതിയിലാണ്. കീറുകയല്ല അരിയും അല്ലാത്ത രീതിയിലാണ് ചക്കക്കുരു മെഴുക്കുവരട്ടി കഴിയുന്നത്. ഈ അരിച്ചിലും പല ഗുണങ്ങളുണ്ട് കേട്ടോ. എല്ലാം ഒരേ സൈസ് അല്ല അരിയുന്നത്. ചക്കക്കുരു നുറുക്കുന്നതിനും ചക്കക്കുരു കീറുന്നതിനും ഒക്കെ. അപ്പൊ മെഴുക്കുവരട്ടിക്ക് ഒരു പ്രത്യേക സൈസ്. നമ്മൾ ചക്കക്കുരു വേണ്ട കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ ഇത് മെഴുക്കുവരട്ടിക്ക് കൊടുക്കുന്നത് എങ്ങനെയാ നമുക്കൊന്ന് കാണാം. ഈ രീതിയിൽ നമ്മൾ ഇങ്ങനെയാണ് നുറുക്കി എടുക്കുന്നത്. മെഴുക്കുവരട്ടി ഇതെങ്ങനെ നമ്മളൊന്ന് പൊട്ടിച്ചിട്ട് അടത്തിയെടുക്കുക. ഇതെങ്ങനെ ഈ ചക്കക്കുരു എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഇഷ്ടംപോലെ ചക്കക്കുരു തിന്നുമായിരുന്നു. ഞങ്ങൾ ചുട്ടൊക്കെ തിന്നുമായിരുന്നു. അടുപ്പിൽ ചക്കക്കുരു വാരിയിട്ടിട്ട് ഞങ്ങൾ ചുട്ട് തിന്നും, വറുത്ത് തിന്നും. ഇതുപോലെ കർക്കിടക മാസത്തിലൊക്കെ ചക്കക്കുരു വറുത്തും ചുട്ടും ഒക്കെ തിന്നുമായിരുന്നു. ഇപ്പൊ ആരും ഞങ്ങളുടെ ചക്കക്കുരു ഒന്നും ചുട്ടും. പക്ഷെ ചുട്ട് തിന്നുന്നതിനൊക്കെ ഭയങ്കര രുചിയാകട്ടെ ചക്കക്കുരു ചുട്ട് തിന്നാല്. ഇപ്പൊ എല്ലാവരും ഗ്യാസൊക്കെ ആയതുകൊണ്ട് ഇപ്പം പേർക്കൊന്നും അടുപ്പില്ല. അതുകൊണ്ട് ചക്കക്കുരു ആരും ഒന്നും ചുട്ട് തിന്നുന്നില്ല. മറ്റേ ചുട്ടുതീറ്റ ഒരു പ്രധാനമായിരുന്നു. കപ്പ ചുട്ട് തിന്നും, ചക്കക്കുരു ചുട്ട് തിന്നും, അങ്ങനെ എല്ലാ സാധനങ്ങളും ഞങ്ങൾ ചുട്ട് തിന്നുമായിരുന്നു. ചേമ്പ് കാച്ചിലൊക്കെ ചുട്ട് തിന്നുമായിരുന്നു. അപ്പൊ നമ്മളിത് മെഴുക്കുവരട്ടി നമുക്ക് ഇത്രയും ചക്കക്കുരു മതി. ഞങ്ങൾ 3 പേരിലേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഒരു നേരം കൂട്ടാൻ ഇത്രയും മതി. പക്ഷെ ഇത്രയും പൊളിച്ചതുണ്ട്. ഈ പൊളിച്ച ചക്കക്കുരു ഞാൻ കളയത്തില്ല. ഇതൊരു ടിന്നിനകത്തിട്ട് അടച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കും. പിന്നെ നമുക്കൊരു മാങ്ങായും ചക്കക്കുരും കൊണ്ട് വെക്കുവോ, അല്ലെങ്കിൽ ചക്കക്കുരു തോരൻ വെക്കുവോ, പിന്നെ നമുക്ക് മെഴുക്കുവരട്ടി വെക്കുക, എന്തിനായാലും നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഈ ചക്കക്കുരു കളയാതെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കും. അപ്പൊ നമ്മളിത് ഇത്ര തേങ്ങായും കൂടി ഇതിനകത്ത് ഇടാൻ എടുത്തിട്ടുണ്ട്. അത് ഇതിനകത്ത് ഇങ്ങനെ നമ്മൾ ചക്കക്കുരു തന്നെ ഇങ്ങനെ തേങ്ങ ഇങ്ങനെ ചെറിയിടുക. അപ്പൊ ഇതിനൊരു പ്രത്യേക രുചിയാണ് ഇത് ചക്കക്കുരു കൂട്ടാൻ. നമ്മൾ കുക്കറിലാണ് ഇത് വെക്കുന്നത്. ഒരു വിസിൽ അടിച്ചാൽ മതി. അപ്പൊ ഇതിന് ചേർക്കുന്ന ഒരു ശകല മഞ്ഞപ്പൊടി, ഒരു കിള്ളു മഞ്ഞപ്പൊടി മതി. പിന്നെ പാകത്തിനുള്ള ഉപ്പ്, പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഒരു ശകലം വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പിലോട്ടൊന്ന് വെച്ചേക്കാം. ഒരു ശകലം വെള്ളം മതി. അപ്പൊ ഒരു വിസിലടിക്കാതെ നമുക്ക് അടിച്ചിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ ചക്കക്കുരു വേകുമ്പോഴത്തേക്ക് നമ്മളിത് ഒരു 10-20 ചുമന്നുള്ളി എടുക്കണം. ചുമന്നുള്ളിയൊക്കെ നന്നായിട്ട് ചേർത്തെങ്കിലേ ഉള്ളത്. ഒരു കല്ലേ വെച്ച് നമ്മൾ ചതയ്ക്കുവാണ്. ഒരു 8 ചെറിയ വെളുത്തുള്ളി ഉണ്ട്, 2 വറ്റൽമുളകുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് കല്ലേ വെച്ച് ചതച്ചുകൊണ്ട് വരാം. അപ്പൊ മുളക് ഈ ഭാഗത്ത് നമ്മൾ ചതച്ചെടുക്കുന്നത് ഒത്തിരി അരയുണ്ട്. അപ്പൊ ഇതിനകത്ത് മുളകായിട്ട് തന്നെ കിടക്കണം. അപ്പൊ മുളകൊക്കെ നന്നായിട്ട് ചതഞ്ഞിട്ടുമുണ്ട്. അപ്പൊ നമുക്കത് വേറെ ഒന്ന് മാറ്റി വെക്കാം. അപ്പൊ ഇനി വെളുത്തുള്ളി ഉള്ളിയും കൂടെ നമുക്ക് ചതയ്ക്കാം. നമുക്ക് ഈ മെഴുക്കുവരട്ടിക്ക് ചതച്ചിട്ട് കടുക് പൊട്ടിക്കുന്ന രുചി. നമ്മൾ പൊടിയൊന്നും ഇടരുത്. കല്ല് പയ്യെ ഒന്ന് ഓടിച്ചിറക്കിയാൽ മതി. ചതഞ്ഞു പോവരുത്. ഉള്ളിയെല്ലാം ഒന്ന് പൊട്ടണം. അങ്ങനെ പൊട്ടി
അരകല്ലില്ലാത്തവർക്ക് ഇടിയലിലായാലും മതി, ഇങ്ങനെ ഇടിച്ചെടുത്താൽ മതി. അരയരുത്, അരയാതെ നമ്മൾ എടുക്കണം. അരഞ്ഞാൽ അതിന്റെ രുചി കുറയുന്നത്. ഇങ്ങനെ ചതച്ച് നമ്മൾ എടുക്കണം. അരിയുകയും ചെയ്യരുത്. കടുവിട്ട് പൊട്ടിയിട്ട് നമ്മൾ ചതച്ച് ഉള്ളി ആദ്യം എടുക്കണം. അപ്പൊ നമ്മൾ കറിവേപ്പിലയും കൂടെ അതിന്റെ ഉള്ളി വേണം. ഇനി നമുക്ക് ഇടാനുണ്ട് കേട്ടോ. ഇടിച്ചു വെച്ചിരുന്ന മുളകൊന്നും നമ്മൾ ഇട്ടിട്ടില്ല. നമ്മുടെ ഉള്ളി ഒന്ന് പയ്യെ ചുമന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇടിച്ചു വെച്ചേക്കുന്ന മുളകും കൂടെ അതിന്റെ കൂടെ നമുക്ക് ഇടാം. അപ്പൊ നന്നായിട്ട് ചുമന്നിട്ടുണ്ട്. നമുക്കിനി ഒരു സ്വല്പം കുരുമുളക് പൊടി കൂടെ ഇടാം. കുരുമുളക് പൊടി എന്ന് പറഞ്ഞാൽ അതിന്റെ എരിവിനാണ് നമ്മൾ ഇച്ചിരി കുരുമുളക് പൊടിയുടെ ചേർന്നത്. വേറെ മുളകൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. അപ്പൊ അത് എത്രയും കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അവിടെ പയ്യെ ഒന്ന് നോക്കട്ടെ, പച്ചച്ചവി അങ്ങ് മാറട്ടെ. അപ്പൊ നമ്മൾ വേവിച്ച് വെച്ചാൽ ചക്കക്കുരു ഇതിലോട്ട് ഇടാം. ചക്കക്കുരുവും തേങ്ങായും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഇടുകയാണ്. അപ്പൊ നമ്മളിത് പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് കുഴയരുത്. നമുക്ക് ഈ ചീനച്ചട്ടിക്കകത്ത് നന്നായിട്ടൊന്ന് ചിക്കി ഉണക്കിയിട്ട് നമുക്ക് വാങ്ങണം. അപ്പൊ ആ എണ്ണയൊക്കെ അതിലോട്ട് പിടിച്ചിട്ട് ആ മുളകും ആ ഉള്ളിയുടെ എല്ലാം ചക്കക്കുരിയെ പിടിക്കണം. അപ്പൊ നമ്മളിങ്ങനെ കവിക്കണ കൊണ്ട് പതുക്കെ ചിക്കി ഉണക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ ചക്കക്കുരു മെഴുക്ക് പുരട്ടി നല്ല അടിപൊളി ചക്കക്കുരു മെഴുക്ക് പുരട്ടിയാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. നമ്മളിതിനകത്ത് ചേർത്തിട്ട് തേങ്ങാക്കൊത്തും ഉള്ളിയും മുളകും എല്ലാം നമ്മൾ ഇടിച്ചായിരുന്നു. നമ്മളൊന്നും അരച്ച് ചേർക്കുന്നില്ല. മുളക് പൊടികളൊന്നും ഇട്ടിട്ടില്ല. നമ്മൾ ഉള്ളിയും മുളകും എല്ലാം നമ്മൾ ഇടിച്ചാണ് ചേർത്തത്. അങ്ങനെ നമ്മുടെ ചക്കക്കുരു മെഴുക്ക് പുരട്ടിയിട്ട് അടിപൊളിയായിട്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മളിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചക്കക്കുരു മെഴുക്ക് പുരട്ടി അടിപൊളിയായിട്ട് ഇപ്പം ചക്കക്കുരു മെഴുക്ക് പുരട്ടി വെക്കാൻ നേരപ്പം പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ വെന്തപ്പം മൂലം പിറക്കി തിന്നുവാണ്. അതിന്റെ രുചി എന്ന് പറഞ്ഞാൽ ആ കടുകും ആ ഉള്ളിയും ആ തേങ്ങാക്കൊത്തും ആ ചക്കക്കുരും കൂടെ തിന്നും വന്നത് നല്ല രുചിയാണ്. അപ്പൊ എൻ്റെ ഈ ചക്കക്കുരു മെഴുക്ക് പുരട്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും. അപ്പൊ നിങ്ങൾ ഇതുപോലെ ചക്കക്കുരു വാങ്ങിയായിട്ട് കളയാൻ ചക്കക്കുരു ഒരു മെഴുക്ക് പുരട്ടി വെച്ച് നോക്കിയാലുണ്ടല്ലോ നമുക്ക് രാവിലെ സ്കൂളിൽ കൊടുത്തു വിടാനും ഒക്കെ നല്ലൊരു കറിയാണ്. പിള്ളേരും ഒക്കെ എല്ലാവരും കൂട്ടിക്കോളും. അപ്പൊ എൻ്റെ ചക്കക്കുരു മെഴുക്ക് പുരട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ലൈക്കും കമൻറ്റും മറക്കുകയും ചെയ്യരുത്.